ഒരുപാട് ഉപയോഗപ്പെടുന്ന എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ടോണിച്ചേട്ടൻ ബ്ലോഗ്സിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടോണിച്ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മളുടെ വീടുകളിലെ ഒരു കിച്ചൺ സ്ലാബ് കബോർഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പണ്ടൊക്കെ നമ്മൾ കിച്ചൺ സ്ലാബ് ചെയ്യുമ്പോൾ വാർത്ത് ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള കിച്ചൺ സ്ലാബുകളുടെ കാലമെല്ലാം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എല്ലാം ബോക്സിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരെ ഗ്രാനൈറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് മെറ്റീരിയലാണ് ബോക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ഒന്നെങ്കിൽ മൾട്ടിവുഡ് അല്ലെങ്കിൽ WPC ഷീറ്റ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ബോക്സ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. കാരണം വെള്ളം വീണാലൊന്നും ഇത് ഡാമേജ് ആകത്തില്ലെന്നുള്ളത് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഏരിയയിലാണ് നമ്മൾ ബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഏരിയ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ ഏരിയ കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലമേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ബോക്സും നമ്മൾ അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തേണ്ടിയിരിക്കുന്നു. ഏത് ഷേപ്പിലായാലും നമുക്ക് ബോക്സ് കൂട്ടി സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി അവിടെ ഫിനിഷായി. അപ്പം എന്താ, നമ്മൾ ഫസ്റ്റിലത്തെ ബോക്സാണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം കാണുന്ന ത്രൂ ഔട്ടായിട്ടുള്ള ഹോളിൻ്റെ അവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടോട്ട് നമ്മൾ അടുത്ത ബോക്സ് കയറി വരുവാണ്. അപ്പോൾ ആ കോർണറിൽ വരുന്ന ഭാഗം കണ്ടാൽ മനസ്സിലാകും, ഏകദേശം കണ്ട ഡിഗ്രി കട്ട് ചെയ്തേക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു കോർണർ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ബോക്സ് കൂട്ടി സെറ്റ് ചെയ്യുവാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആ ബോക്സും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബോക്സും കൂടെ കയറി. കണ്ടോ, ത്രൂ ഔട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഡിഗ്രിയിലെങ്കിലും വ്യത്യാസം തോന്നിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ അതാണ്. ബോക്സ് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എല്ലാം നല്ല പക്കയായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്തൊരു ചെറിയ ബോക്സും കൂടെ വരുന്നുണ്ട്. ആ കട്ടിങ്ങിൻ്റെ അവിടെ വരുന്നത് വരെ ഒരു ചെറിയ ബോക്സും കൂടെ വരുന്നുണ്ട്. ഇനി നമ്മൾ ആ ബോക്സാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ബോക്സും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ബോക്സുകളുടെ എല്ലാം ഇന്നർ സ്പേസ് നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഈ ബോക്സുകളുടെ ഇന്നർ സ്പേസിലെല്ലാം ഓരോ ഫിറ്റിങ്സുകൾ വരുന്നതാണ്. നമ്മൾ പണ്ട് ചെയ്തിരുന്നത് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് സ്ലാബ് വാർത്ത് ചെയ്യുമ്പോഴേക്കും നമുക്ക് താഴെയും ഒരു 2 ഇഞ്ചിൽ കൂടുതൽ, അതുപോലെ തന്നെ മുകളിലും ഒരു 2 ഇഞ്ചോളം സ്ലാബിനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. അത്രയും സ്പേസ് നമുക്ക് മാറി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ബോക്സിൻ്റെ ഇന്നർ സ്പേസ് കുറയും. അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫിറ്റിങ്സുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാതാവും. ഇനി പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ബോക്സുകൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായും വെള്ളം വീണാൽ നശിക്കാത്ത രീതിയിലുള്ള ഷീറ്റുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചിലവിൻ്റെ കാര്യം ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ സ്ലാബ് വാർക്കുമ്പോഴും അതുപോലെ തന്നെ താഴെ ഒരു സ്കട്ടിങ് അനുസരിച്ച് വാർത്തിടുമ്പോഴും ഉള്ള ചിലവ് വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു റേറ്റിൽ തന്നെ ഏകദേശം ഈ ഷീറ്റിൻ്റെ റേറ്റും ഒക്കെ മാച്ചിങ് ആയിട്ട് വരും. പിന്നെ നമ്മൾ ഡോറ് ചെയ്യുന്നതും അതുപോലെ തന്നെ മയക്ക ഒട്ടിക്കുന്നതിൻ്റെ ഒക്കെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ ബോക്സ് ചെയ്ത്, അത് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ബോക്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ്. റൈറ്റ് സൈഡിലായി നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു ടേബിളും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലും നമ്മളൊരു ഗ്രാനൈറ്റ് ടോപ്പിലിടുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ഇവിടുത്തെ ഏകദേശം പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആർദ്രം ഇൻറ്റീരിയലാണ്. അപ്പം ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ടാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ആർദ്രം ഇൻറ്റീരിയലിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമ്മൾ ഗ്രാനൈറ്റ് ഇട്ടതിന് ശേഷമാണ് ഇതിലെ ഫിറ്റിങ്സുകളെല്ലാം സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡോർ ഫിറ്റപ്പ് ചെയ്യുന്നതും പിന്നെ മൈക്ക് ഒട്ടിക്കുന്നതും. അപ്പം അതുവരെയുള്ള വർക്കുകളെല്ലാം നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചൺ കബോർഡിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയുന്നതിനായി നമ്മുടെ സ്വന്തം ചാനലായ ടോണിച്ചേട്ടൻ വ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.